നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആരുള്ള കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ കൽത്തപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച പച്ചരി നമ്മളൊരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് രണ്ട് കയ്യിലിൻ്റെ അളവിൽ 2 കയ്യിൽ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുത്തരി ചോറാണ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകമാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 2 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അതൊഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. ആ അടിച്ചെടുത്ത മാവിലേക്ക് ഒരു 4 ആടി വെള്ളം ഉരുക്കിയിട്ട് അതും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തു കേട്ടോ. ആ അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് കോരി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ചെറിയുള്ളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമ്മൾ തേങ്ങ വറുത്തിട്ടുള്ള അതേ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് അതേ കുക്കറിലേക്ക് തന്നെ ആ കുക്കറൊന്ന് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേലേക്ക് ആ കുക്കർ കയറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കർ മൂടി വെക്കുമ്പോൾ കുക്കറിന് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ പെർഫെക്റ്റായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല ആരോടുകൂടി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.